ഇതുവരെ എൻ്റെ സ്വഭാവമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇറ്റ്സ് നൈസ്, കാരണം നമ്മൾ വേറൊരാളുടെ സ്വഭാവം അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാറ്റുക, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് അതിലേക്ക് ഇൻവോൾവ് ആക്കാതിരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നേരെ മറിച്ച് ഒരുപാട് ഇപ്പൊ പറഞ്ഞല്ലോ ഒത്തിരി എഫേർട്ട് ഇട്ട് അയാളിലേക്ക് ആവാൻ ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്ത ക്യാരക്ടർ ഏതായിരിക്കും? അതെനിക്ക് തോന്നുന്നു, ഞാൻ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് സിദ്ധാർത്ഥ് ശിവ. അപ്പൊ അദ്ദേഹത്തിന്റെയും സജിത മഠത്തിൽ എന്ന് പറഞ്ഞ സജിത ചേച്ചി എഴുതിയ സിനിമയായിരുന്നു. അപ്പൊ ആണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് IFFK പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സിനിമയാണ്. കാരണം ഓഫ് ബീറ്റ് പടങ്ങൾ ഞാൻ അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു ആണ്. അപ്പൊ അത് IFFK വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വേറെ രീതിക്കുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഈ വർക്ക്ഷോപ്സും ഒന്നും അത്ര യൂസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ ആണിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വർക്ക്ഷോപ്സ് തന്നിട്ടുണ്ടായിരുന്നു. സജിത ചേച്ചി ഓൾറെഡി സ്റ്റേജ് ആക്ടറാണ്, ലൈക്ക് സ്റ്റേജസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അഭിനയത്തിലുള്ള പോരായ്മകള് നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഐ വാസ് യൂസിങ് മൈ ഐബ്രൗസ് ക്വൈറ്റ് എ ലോട്ട്, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് തന്നു. അത് കഥാപാത്രത്തിന് വേണ്ടിയിട്ടല്ല, ഓൾ ടുഗെദർ ആസ് എൻ ആക്ടർ നമ്മളെ ഒരുപാട് ഈ സിദ്ധാർത്ഥ് ശിവ മോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.